ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ നമുക്ക് വളരെ ഈസി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിന് വേണ്ടിയിട്ട് പച്ചരിയോ ഉഴുന്നോ ഒന്നും കുതിർത്തിട്ടില്ല, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അരിയും ഉഴുന്നും ഒന്നും കുതിർക്കാതെ അതുപോലെ നമുക്ക് മാവ് അരച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ, 5-6 മണിക്കൂറൊക്കെ വെക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒന്നും വെക്കാതെ തന്നെ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഈ ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിപ്പൊടി ഇല്ലേ, പാക്കറ്റ് അരിപ്പൊടി, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് ഞാനിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ്. അപ്പം ഞാൻ എടുത്ത തേങ്ങ എൻ്റെ കയ്യിൽ കഷ്ണമായിട്ടുള്ള തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് തേങ്ങ ഉണ്ടായാലും മതിയാകും. 1/2 ഗ്ലാസ് ചോറും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് 1 ഗ്ലാസ് വരെ കിട്ടിയാലും ഒരു കുഴപ്പമില്ല, 1 ഗ്ലാസ് വരെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വേണം കേട്ടോ. ഉലുവ ഞാൻ ഒന്ന് ഗ്ലാസ്സിലിട്ടൊന്ന് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവ കഴുകിയതിന് ശേഷം നമ്മുടെ പൊടിയിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്കത് കഴുകാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ ആദ്യം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നമ്മുടെ മാവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തേങ്ങ കൃഷി ചെയ്തിട്ടുള്ളതൊക്കെ അതിലുണ്ട്, അപ്പോൾ അതൊന്ന് എടുത്തതാ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ചേർത്തു. അടുത്ത 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തതിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വീണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു വെള്ളം ചേർത്ത് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ചില അരിപ്പൊടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിതാ ഈ ഒരു പൊടിയിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്ന രീതിയിലുള്ള ആ ഒരു പാകം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഞാൻ ആ സ്പൂണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ നല്ല വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മണിക്കൂർ നമുക്കിതിങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഞാൻ രാത്രിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ നേരം ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം ഞാൻ രാവിലെയാണ് പോയി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിത് അതെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിത് 1 തവണ ഒഴിച്ചു കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് അരക്കാനുള്ളതാണെങ്കിൽ 2 തവണ ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് ഒറ്റ തവണത്തേക്കുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പം തന്നെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനത് ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ആ ഒരു ചോറും തേങ്ങയും ഒക്കെ കൂടി നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം. അതുപോലെ കണ്ടോ, നമ്മുടെ ആ ഒരു മാവ് അരഞ്ഞു വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. നമ്മൾ രാവിലെ എടുത്തിട്ട് ഈ അരയ്ക്കുന്ന സമയത്ത് മാവ് ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് കയ്യിലിട്ട് ഇളക്കി കുത്തി മറിച്ച് എടുക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിൽ ഞാനിതാ 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ട് അതും കൂടെ കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2.25 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഈ ഒരു മാവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് രാവിലെ എണീറ്റ് ഉടനെയാണ് നമുക്ക് ഈ ഒരു മാവ് അരച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അരച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ടാക്കുന്ന സമയത്തിന് ഇത്തിരി സമയം നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും. അപ്പം ഞാനിതാ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അരച്ച ഉടനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും ചേർക്കരുത്, കൈ വെച്ചിട്ട് 2 നുള്ള് ഇട്ടാൽ മതി. അപ്പം ഞാൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു സമയം വരെ നമ്മുടെ ആ ഒരു മാവ് അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം അതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഓവറായിട്ട് ചൂടുണ്ട്. അപ്പം ഞാൻ ഇത്തിരി വെള്ളം തെളിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം പതുക്കെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്യാണ്ട് പതുക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹോൾസ് വരില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോൾസ് ഒക്കെ കംപ്ലീറ്റ് വന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് നമുക്ക് മൂടി വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഈ അപ്പം സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഉണ്ടാക്കിയത് കാണിച്ചല്ലോ. അപ്പം അത് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് സാവധാനം തന്നെ ഇങ്ങനെ ഹോൾസ് കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നവരാണെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. ഒരു പ്രശ്നമില്ല. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ അതും ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ ടൈമിൽ റെസ്റ്റ് ചെയ്യുന്നിടത്തോളം നമുക്ക് ആ ഒരു മാവിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ആയിട്ടുണ്ട്. അപ്പം മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോവരുത് കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പം അടി കരിഞ്ഞു പോവുള്ളൂ. ബാക്കി ഉണ്ടാക്കട്ടെ. അപ്പോൾ അത് നമ്മളുടെ അപ്പം റെഡി ആയിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും ഒന്നും കുതിർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു നല്ലോണം ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കണ്ട നമ്മുടെ സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതെല്ലാം ടൈം ഉള്ളവരാണെങ്കിൽ രാവിലെ അരച്ച് ഒരു 2 മണിക്കൂറെങ്കിലൊക്കെ നിങ്ങൾക്ക് വെക്കാനുള്ള ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കറികളൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ആ ഒരു സമയം വരെയാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ എളുപ്പത്തിൽ പണി എന്താ പറയുക എളുപ്പത്തിലൊക്കെ രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളത് എന്താണെന്ന് അന്വേഷിക്കുന്നവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരണേ. സ്കൂളിൽ പോകുന്ന മക്കൾക്ക് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അവരിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാവുക കേട്ടോ. വൈകുന്നേരം വരെ ആയാലും നമുക്ക് ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ കൊടുത്തയക്കാനും കൂടെ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നിങ്ങൾ ഫീഡ്ബാക്കും തരിക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.